ചില മനുഷ്യരുണ്ട്, അവർ പണവും പദവിയും കൊഴിപ്പിച്ചവരുടെ ചവിട്ടടിയിലെ മണ്ണാണ്. വിയർപ്പ് നീരാവിയാക്കി എല്ലുമുറിയെ പണിയെടുത്ത് ഒടുവിൽ കൈകളിൽ ശൂന്യത മാത്രം അവശേഷിച്ചവർ. ആ ജീവിതങ്ങൾ വരേണ്യവർഗം തീർത്ത അസമത്വത്തിൻ്റെ ആലേഖനമാണ്. ഈ മണ്ണിൽ നിന്ന് അന്നം കവർന്നെടുക്കുന്ന, നിയമങ്ങളെ വളച്ചൊടിക്കുന്ന, അധികാരത്തിൻ്റെ കൊടും ചൂഷണത്താൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടം അനാഥജനം. അവരാണ് പുൽക്കൂട്ടിലെ സന്ദേശം ഏറ്റുവാങ്ങാൻ കാത്തിരിക്കുന്നവർ. ഇതാ അവർ നമ്മെ നോക്കുന്നു. ഭരണം തിരിഞ്ഞു നോക്കാത്തവരുടെ, വ്യവസ്ഥിതി പുറത്താക്കിയവരുടെ നേർചിത്രം. കൊട്ടാരങ്ങൾ കൽപ്പിച്ച നിയമങ്ങൾ തലയിൽ പേറുന്നവർ. ഇവരുടെ കണ്ണീരാണ് ഈ ലോകത്തെ ഇന്നും ഉപ്പുരസം നൽകി നിലനിർത്തുന്നത്. സർവജനത്തിൻ്റെയും പ്രത്യാശയ്ക്കായി ഒരു ജനനം യുഗങ്ങൾക്ക് മുൻപേ സംഭവിച്ചു. ഇടയന്മാരും വിദ്വാൻമാരും ജനങ്ങളും പിറവിയുടെ സന്തോഷത്താൽ നിറഞ്ഞു. ആ രക്ഷകനെ വരവേൽക്കാൻ ഒരുക്കപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ. ഇന്നലകളുടെ അന്ധകാരങ്ങളെ ഇന്നിൻ്റെ വെളിച്ചത്തിൽ പ്രതീക്ഷയാക്കിയ ജനനം, ക്രിസ്തു ജനനം. ദൂതന്റെ അരുളപ്പാട് ലഭിച്ച് മറിയെ ചേർത്തുകൊണ്ടെങ്കിലും ഇപ്പോഴും ജീവിതം അനിശ്ചിതത്വത്തിലാണ്. സംശയത്തിന്റെ നിഴലിൽ ഇനി എത്ര കാലം മറിയയും പിറക്കാൻ പോകുന്ന കുഞ്ഞുമായി ഈ നസ്രത്തിൽ ജീവിക്കും? ഈ കുഞ്ഞ് എന്തായിത്തീരും? അവന്റെ ജനനം, അവന്റെ ബാല്യം, അവന്റെ വളർച്ച. ജോസഫ്, എന്താണ് കാര്യമായി ആലോചിക്കുന്നത്? എന്തെങ്കിലും വിഷമം നിനക്കുണ്ടോ? ഇല്ല പ്രിയേ, ഞാൻ നമ്മുടെ മനോഹരമായ ഭാവി ജീവിതം ഓർക്കുകയായിരുന്നു. നൊമ്പരങ്ങൾ ഒളിപ്പിച്ച് സന്തോഷത്തോടെ നിൽക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടല്ലോ. ഇനിയുള്ള ഭാവിയും പ്രതീക്ഷകളും എല്ലാം ദൈവത്തിന്റെ കൈകളിലാണ്. ഇനി ഒരു വഴി മാത്രമേ എൻ്റെ മുൻപിലുള്ളൂ. എത്രയും വേഗം ഈ പട്ടണം വിട്ടു പോകണം. പേർവഴി ചാർത്താൻ ഞാൻ മാത്രം പോയാൽ മതി. എങ്കിലും ഇവളെയും കൂട്ടി യെരുശലേമിലേക്ക് യാത്രയാകണം. തോരാത്ത കണ്ണീരുമായി ഉള്ളം പിടയുമെന്നും വേദന. തീരാത്ത വ്യതകൾ തൻ ജീവിത വഴികളിൽ അലയുന്നു പതികർ നിലാവെളിച്ചം തേടി. തീരാത്ത വ്യതകൾ തൻ ജീവിത വഴികളിൽ അലയുന്നു പതികർ നിലാവെളിച്ചം തേടി. കാത്തിരിപ്പിൻ കാലമിനിയും നോവേകുമോ?
അധ്വാനത്തിൻ്റെ ഭാരത്താൽ കണ്ണുകൾ ക്ഷീണത്താൽ തളരുന്നെങ്കിലും ഈ രാത്രിയെയും തണുപ്പിനെയും അതിജീവിച്ച് ആടുകൾക്ക് കാവലാളാകുന്നത് എത്ര ക്ലേശകരമാണ്. അതെ, ഇനി എത്ര കാലം ഈ വിശ്രമമില്ലാത്ത യാത്ര തുടരണം? പ്രതീക്ഷകളും സ്വപ്നങ്ങളുമില്ലാത്തൊരു ജീവിതം. ഈ ആടുകൾക്കപ്പുറം പ്രിയപ്പെട്ടത് ഒന്നുമില്ലാത്ത അവസ്ഥ, അതെത്ര ഭയാനകമാണ്. എടിയ സഹോദരന്മാരെ, എന്താണ് സഹോദര, അങ്ങാകെ പരിഭ്രാന്തനാണല്ലോ. നിങ്ങൾ അറിഞ്ഞോ? അങ്ങ് കിഴക്ക് നമ്മുടെ ഒരു കൂട്ടം ഇടയർക്ക് ഒരു അരുളപ്പാടുണ്ടായത്രേ, രക്ഷകൻ പിറക്കാൻ പോകുന്നുവെന്ന്. രക്ഷകന്റെ പിറവിയോ? കാലങ്ങളായി നിരന്തരം രക്ഷകൻ രക്ഷകൻ എന്ന പേരിൽ എത്രയോ പേർ വന്നെന്ന് പറയപ്പെടുന്നു. എന്നിട്ട് എവിടെ? എന്റെ യാത്രയിൽ ഞാൻ ഇന്ന് വരെ ഒരു രക്ഷകനെയും കണ്ടിട്ടില്ല. സത്യമാണ്, സർവജനത്തിനുള്ള മഹാസന്തോഷമാണ് വരാനിരിക്കുന്ന ആ കുഞ്ഞ്. അതും അങ്ങ് ബേത്ലഹേമിൽ ശീലകളിൽ ചുറ്റിക്കിടക്കുന്ന ആ അത്ഭുത ശിശുവിനെ കാണാൻ അവർ പുറപ്പെട്ടു കഴിഞ്ഞു. നമുക്കും പോകേണ്ടേ ആ രക്ഷകനെ കാണാൻ? ഒരുപക്ഷെ നമ്മുടെ വേദനകൾക്കും ചോദ്യങ്ങൾക്കും കാലം നൽകിയ ഉത്തരമാണ് ആ പിറവിയെങ്കിലോ? എത്രയോ കാലങ്ങളായി ഇങ്ങനെ യാത്ര ചെയ്യുന്നു. ഇത് മാത്രമായി ഒഴിവാക്കണ്ട. പോയേക്കാം. പിറവിക്ക് മുൻപേ തന്നെ അനേക മനുഷ്യ മനസ്സുകളിലൂടെ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അസ്വസ്ഥതകളുടെയും ചിന്തകളെ രൂപപ്പെടുത്തിയ ഒരു ജനനം. അതതിൻ്റെ യഥാർത്ഥ സന്തോഷത്തിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഉലഞ്ഞ ഉള്ളറകളുടെ ഒരു കഥയുണ്ട്. തകർത്തെറിയപ്പെട്ട മതിൽക്കെട്ടുകളുടെ കഥ. എബ്രഹാം മൽപ്പാൻ സൊസൈറ്റി അവതരിപ്പിക്കുന്ന നാടകം വാഴ്ചയുടെ ഉദയാസ്തമയങ്ങൾ. മന്ത്രി, ഈ രാജ്യവും ജനങ്ങളും എത്ര സന്തുഷ്ടരാണ്. നമ്മുടെ ഭരണത്തിൽ ഈ രാജ്യം തന്നെ എത്ര സമൃദ്ധമായിരിക്കുന്നു. അതെ പ്രഭു, അങ്ങയുടെ ഭരണബാഹുല്യത്താൽ ഈ രാജ്യം വളർന്നിരിക്കുകയാണ്. ചുറ്റുമുള്ള അയൽ രാജ്യങ്ങൾ അങ്ങയെ ഭയക്കുന്നുണ്ട്. ഇത്രയേറെ അജയ്യനായ രാജാവ് മറ്റാരുണ്ട്? ഇനി ആരുണ്ട് നമ്മെ പരാജയപ്പെടുത്താൻ? ഇനി അങ്ങനെയൊന്നുണ്ടാകില്ല. നമ്മുടെ ശക്തിയെ തകർക്കാൻ മതിയായതൊന്നും എങ്ങും പ്രബലപ്പെടുകയുമില്ല. പ്രഭു, എന്താണ് മന്ത്രി? എന്ത് വാർത്തയാണ് നമ്മോട് ഉണർത്തിക്കാനുള്ളത്? പ്രഭു, ഒരു പറ്റം ഇടയന്മാർക്ക് ദൂതന്റെ അരുളപ്പാടുണ്ടായിരിക്കുന്നു. ഒരു രക്ഷകൻ പിറവിയെടുത്തിരിക്കുന്നുവെന്ന്. ഈ സംസാരം നാടെങ്ങും അലയടിക്കുകയാണ്. എന്ത്? രക്ഷകനോ? സന്തോഷമോ? ഈ രാജ്യത്തിന്റെ സകലവും നാം തന്നെയാണ്. മറ്റൊന്ന് വെറും സങ്കല്പം മാത്രം. ഈ രാജ്യത്വം എന്നിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു. യാഥാർത്ഥ്യം അതൊന്നേ ഉള്ളൂ, അത് നാം തന്നെയാണ്. ഈ യഹൂദയുടെ ഒരേ ഒരു രാജാവ്, ഹെരോദാവ്. ഒരു പക്ഷേ ഇതൊക്കെ സത്യമാണെങ്കിലോ മറ്റൊരു രാജാവ് ഇവിടെ സിംഹാസനത്തിൽ ഉയരുമോ? ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ഒരാളെ ഇത് അന്വേഷിക്കാൻ അയക്കണം. ഈ രാജ്യത്തിന് ദോഷമായതൊന്നും സംഭവിക്കാൻ പാടില്ല.
ദേശങ്ങൾ താണ്ടി നാം ഇങ്ങ് യെരുശലേമിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതെ, നക്ഷത്രം നമ്മെ എത്തിച്ചിരിക്കുന്നത് ഈ യഹൂദ ദേശത്താണ്. ഒരു രക്ഷകന്റെ സാന്നിധ്യം ഇവിടെ അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട്. ആ രക്ഷകന്റെ ജനനം ഈ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും അനിവാര്യതയാണ്. അനേകം പേരുടെ പ്രതീക്ഷയാകും ഈ പിറവി. നമ്മെക്കുറിച്ചുള്ള ദൗത്യം ആ രക്ഷയെ കണ്ടെത്തുക എന്നതാണ്. അത് നമ്മുടെ കടമയാണ്. വരും കാലത്തിനോട് നാം കാട്ടേണ്ട നീതി. പ്രഭു, ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട്. പറയൂ. നാം അന്വേഷിക്കാൻ അയച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടായോ? പ്രഭു, കിഴക്ക് നിന്ന് ഒരു കൂട്ടം വിദ്വാൻമാർ രക്ഷകന്റെ ജനനം കാണുവാൻ വേണ്ടി നക്ഷത്രം നോക്കി യാത്രയായിരിക്കുന്നു. അവരുടെ സംഭാഷണത്തിൽ നിന്ന് ഈ രാജ്യത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇനി ഇത് രാജാവിനെ അറിയിക്കാതെ തരമില്ല. പ്രഭു, ഇടയന്മാർ പറഞ്ഞതും ഇപ്പോൾ ഈ ദേശത്ത് എത്തിച്ചേർന്ന വിദ്വാൻമാരിലൂടെ കേൾക്കുന്നതും ഒരു രക്ഷകന്റെ ജനനമാണ്. അവൻ രാജാക്കന്മാരുടെ രാജാവും അധികാരത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിയുന്നവനുമാകുവാൻ തരമുണ്ട്. മന്ത്രി, ഏത് കാലത്തിലാണ് താങ്കൾ ജീവിക്കുന്നത്? എന്താണ് പകൽക്കിനാവ് കാണുകയാണോ? ഈ പറഞ്ഞതൊരിക്കലും സംഭവിക്കില്ല എന്നത് പകൽ പോലെ വ്യക്തമല്ലേ? ഞാനല്ലാതെ മറ്റൊരു രാജാവ് അതൊരിക്കലും സംഭവിക്കില്ല. എന്നിരുന്നാലും അതിന്റെ യാഥാർത്ഥ്യത്തെപ്പറ്റി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രഭു, യഹൂദന്മാരുടെ രാജാവിനെ കുറിച്ചുള്ള രഹസ്യം തിരിച്ചറിയണമെങ്കിൽ അത് യഹൂദ പുരോഹിതന്മാരുടെ പക്കൽ തന്നെ ഉണ്ടാകും. എത്രയും വേഗം ശാസ്ത്രിമാരെയും മഹാപുരോഹിതന്മാരെയും കൂട്ടിവരുത്തുക. എനിക്കിതിന്റെ വാസ്തവം തിരിച്ചറിയേണ്ടതുണ്ട്. സമൃദ്ധമായ നമ്മുടെ ഭരണത്തിൽ ഈ നാടും ജനങ്ങളും സംതൃപ്തരായതുപോലെ ദേവാലയവും ദേവാലയ ശുശ്രൂഷകരായ നിങ്ങളും തീർത്തും സന്തോഷവാന്മാരല്ലേ? തീർച്ചയായും പ്രഭു, അങ്ങയുടെ ഭരണത്തിൽ ഞങ്ങൾ പൂർണ്ണമായും തൃപ്തരാണ്. തൃപ്തരെങ്കിലും നാം ഇപ്പോഴും റോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിൽ തന്നെയല്ലേ? പ്രഭു, വരും കാലങ്ങളിൽ ഈ രാജ്യത്തിന് പുനഃസ്ഥാപനമുണ്ടാകും. അന്ന് ആധിപത്യത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുന്ന രക്ഷ സാധ്യമാകും. കാലത്തിന്റെ പൂർണ്ണത സൃഷ്ടിക്കുന്ന ഈ രക്ഷകൻ എവിടെയാണ് പിറന്നു വീഴുന്നത്? എന്നാണിത് സംഭവിക്കുക? പ്രഭു, തിരുവെഴുത്തുകളും കാലഘടനകളും പ്രകാരം ആ ജനനം ഈ യഹൂദ ദേശത്തെ ബേത്ലഹേമിൽ തന്നെ സംഭവിക്കും. ബേത്ലഹേം ദേശമോ? അവിടെ എന്താണ് ഇത്ര പ്രാധാന്യം? മീഖ പ്രവാചകന്റെ പ്രവചനം വഴിതെളിക്കുന്നത് ആ ദേശത്തിൽ ജനിക്കുവാനിരിക്കുന്ന പൈതലിലേക്കാണ്. നാരിക അവ്യക്തമെങ്കിലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. എങ്കിൽ അങ്ങനെ ആകട്ടെ, നമുക്ക് കാത്തിരിക്കാം. പ്രഭു, ഞാൻ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ആ ജനനം ഈ രാജ്യത്തെ വിറങ്ങലിപ്പിക്കുന്ന ഒന്നാകും, അത് നിശ്ചയം. ഇല്ല, ഈ സിംഹാസനത്തെയും എന്നെയും തകർക്കുവാൻ
ഒരു ശക്തിയും വളരില്ല. എങ്കിലും ആ കുഞ്ഞിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതെ, ഈ രാജ്യത്തിന് ദോഷം വരുവാൻ തക്കവിധം യാതൊന്നും സംഭവിക്കാൻ പാടില്ല. ആ കുഞ്ഞിലേക്കെത്താൻ ഏക വഴി വിദ്വാൻമാരാണ്. എങ്കിൽ എത്രയും വേഗം അവരിലേക്ക് ദൂതെത്തിക്കുക. വിദ്വാൻമാർ കുഞ്ഞിനെ കണ്ടെത്തി ആ സ്ഥലവും നാഴികയും നമ്മെ വന്ന് അറിയിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഉടനടി ചെയ്യുക. ഉത്തരവ് പ്രഭു. ആ കുഞ്ഞിനെ കണ്ടെത്തിയാൽ വേണ്ടത് ചെയ്യുവാൻ നമുക്കധികം സമയം വേണ്ടി വരില്ലല്ലോ. ഒരു രക്ഷകൻ വിദ്വാൻമാരോട് കേൾക്കുന്നത് രക്ഷകന്റെ ജനനം. ചങ്ങലകൾ പൊട്ടിച്ചെറിയുന്ന രക്ഷ ബേത്ലഹേമിൽ തന്നെ നാഴിക അവ്യക്തമെങ്കിലും അത് സംഭവിക്കുക തന്നെ അതൊരു രക്ഷകൻ ഈ രാജ്യത്തെ വിറങ്ങലിപ്പിക്കുന്ന വിദ്വാൻമാരിലൂടെ കേൾക്കുന്നത് രക്ഷകന്റെ ജനനം. എന്താണിത്? നമ്മുടെ നിദ്രയെ ശങ്കപ്പെടുത്താൻ ഇടമില്ലാത്ത ഇടയരുടെയും ലക്ഷ്യമില്ലാത്ത വിദ്വാൻമാരുടെയും വാക്കുകൾ ശക്തമായോ? നമ്മെ അസ്വസ്ഥനാക്കുവാൻ ആ പിറവിക്ക് എന്താണ് ഇത്ര പ്രാധാന്യം? നമ്മെ തകർക്കുവാൻ, ഈ അധികാരത്തെ നമ്മിൽ നിന്ന് മുറിച്ചു മാറ്റുവാൻ ഈ ചെറിയ ശക്തിക്ക് ഒരിക്കലും സാധ്യമല്ല. എന്താണ് പ്രഭു അങ്ങ് ആകെ ഭയപ്പെട്ടിരിക്കുന്നത്? ഭയമോ? എനിക്കോ? ഇത്രയേറെ ബലവാനും ധീരനുമായ എനിക്കോ? മന്ത്രി, നിങ്ങൾ എന്റെ ശക്തിയെയും ബാഹുല്യത്തെയും ചോദ്യം ചെയ്യുകയാണോ? ക്ഷമിക്കണം പ്രഭു, എന്തോ ഒന്ന് അങ്ങേ അലട്ടുന്നതായി എനിക്ക് തോന്നി. നിന്റെ അർത്ഥങ്ങളില്ലാത്ത തോന്നലുകൾക്ക് ഞാൻ മറുപടി നൽകണമെന്നോ? എവിടെ നമ്മുടെ കിരീടം? എവിടെ നമ്മുടെ രാജവസ്ത്രം? എവിടെ? അല്ല, ഇത് യാഥാർത്ഥ്യമല്ല. നമ്മിൽ തന്നെ സ്ഥിരപ്പെടേണ്ട ഈ രാജസ്ഥാനം എനിക്ക് നഷ്ടപ്പെടുമോ? ആ രക്ഷകന്റെ പിറവി ഇനി സംഭവിക്കുമോ? നമുക്ക് തടയാൻ കഴിയാത്ത വിധം അവൻ പ്രബലപ്പെട്ടുവോ? ഇല്ല, ഞാൻ അജയനാണ്. ഈ സിംഹാസനവും രാജ്യവും ജനങ്ങളും അത് നമ്മുടേത് മാത്രമാണ്. പ്രഭു, ആ കുഞ്ഞിലേക്കുള്ള നമ്മുടെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു. വിദ്വാൻമാർ
അവർ ആ ജനനം കണ്ടെത്തിയിട്ടും നമ്മെ കബളിപ്പിച്ച് മടങ്ങിപ്പോയതായി അറിവ് കിട്ടിയിരിക്കുന്നു. എന്ത്? നമ്മുടെ മുമ്പിലെ വഴികൾ അടഞ്ഞുപോ. ഇനി എങ്ങനെ നാം ആ ഇടം കണ്ടെത്തും? ഇത്രയേറെ അംഗബലവും സായുധ സേനയുമുള്ള നമ്മുടെ രാജ്യത്തിന് അത് സാധ്യമല്ലേ? ഉടനെ തന്നെ അവരെ കണ്ടെത്തണം. ആ രക്ഷകനെ ഉന്മൂലനം ചെയ്യാതെ നമുക്ക് ഈ സിംഹാസനത്തിൽ സമാധാനമായി ഇരിക്കുവാൻ കഴിയുകയില്ല. നമുക്കെതിരെ ഉയരുന്ന ചെറുവിരലുകൾ പോലും അറുത്തു മാറ്റുവാൻ ശങ്കയില്ല. ഹെരോദാവ് മാത്രമാണ് രാജാവ്, ഒരേ ഒരു രാജാവ്. ഉത്തരവ് പ്രഭു. ആ കുടുംബവും ആ പിറവിയും ഭാവി കാണാത്ത വിധം വേണ്ടതെല്ലാം ഞാൻ നടപ്പിൽ വരുത്താം. അത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ അനിവാര്യതയാണ്. ഒരു കുഞ്ഞ് അങ്ങയുടെ രാജസ്ഥാനം അപഹരിക്കുന്ന നാളുകളെ ഓർത്ത് ഭയപ്പെടുന്നുവോ? ശക്തനായ അങ്ങ് ശൂന്യനായ ഒരു മനുഷ്യനെ പോലെയായി തീർന്നിരിക്കുന്നു. പിഞ്ചു പൈതലിനെ ഉന്മൂലനം ചെയ്യുവാൻ തക്ക വിധത്തിൽ അമ്മയുടെ നൊമ്പരങ്ങളെ തിരിച്ചറിയാത്ത വിധം അധപതിച്ചുവോ ഹെരോദ എന്ന അജയ്യൻ? നിർത്ത്. നമ്മുടെ രാജ്യത്തെ ചോദ്യം ചെയ്യുന്ന ആരെയും, ആണോ പെണ്ണോ, മുതിർന്നതോ പൈതലോ, വലിയവനോ ചെറിയവനോ, അവരുടെ ജീവിതത്തിന്റെ സമയരഥങ്ങളെ അവസാനിപ്പിക്കുവാൻ നമുക്ക് യാതൊരു മടിയുമില്ല. ഈ സിംഹാസനത്തിൽ അങ്ങേ ഉറപ്പിക്കുവാൻ വേണ്ടി ഏത് നീചപ്രവൃത്തിയും ചെയ്യുവാൻ മാത്രം ലജ്ജാപൂർണമായ അവസ്ഥയിലേക്ക് വീണുപോയോ അങ്ങ്? ഈ രാജ്യസ്ഥാനത്തിലൂടെ നാം നേടിയെടുത്ത സകല പ്രൗഢിയും സൗഭാഗ്യങ്ങളും നമ്മിൽ തന്നെ നിക്ഷിപ്തമായിരിക്കും. അതപഹരിക്കുവാൻ ഒരു ശക്തിയെയും ഞാൻ അനുവദിക്കയില്ല. ഈ രാജസ്ഥാനം നമ്മിൽ തന്നെ നിലനിൽക്കും. സിംഹാസനത്തിൽ നാം ഉറച്ചിരിക്കും. പ്രഭു, ആ കുഞ്ഞിനെ കണ്ടെത്താനുള്ള സകല സാധ്യതകളും അസ്തമിച്ചിരിക്കുന്നു. നമ്മുടെ ശക്തമായ കോട്ടകെട്ടുകളും ആയുധബലവും അധികാരസ്തംഭങ്ങളും എല്ലാം നിഷ്ക്രിയമായിരിക്കുന്നു. നാഴിക അടുത്തിരിക്കുന്നു. കാലഗതി മാറുവാൻ പോകുന്നു. കിനാവുകൾ തട്ടിയുണർത്താതെ ഇൻ പൈതലേ നീ ചായുറങ്ങ്. നിശാഗന്ധിതൻ കനവിൻ വീഴ്ചകൾ തഴുകി ഇൻ കൺമണി നീ ചായുറങ്ങ്. പരിവേദനമോ Mm-hmm.
വരാൻ പോകുന്ന ജനനത്തിന്റെ രക്ഷയിൽ അവളും സന്തോഷിക്കുകയാണോ? എന്നെ തകർക്കുവാൻ എന്റെ പരിസരങ്ങൾ കൂട്ടുനിൽക്കുകയാണോ? ഉത്തരവ് തന്നാലും പ്രഭു, എന്തിനും ഈ രാജ്യം അങ്ങേക്കൊപ്പമുണ്ട്. കാലവും കാലഗതികളും കിട്ടിയ അറിവുകളും വെച്ച് ആ രക്ഷകന്റെ ജനനകാലം നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഹെരോദ രാജാവായ ഞാൻ ഉത്തരവിടുന്നു, ഈ ബത്ലഹേം ദേശത്തെ 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയണം. ഉത്തരവ് പോലെ പ്രഭു. ഒരുപക്ഷേ ഈ കവാടങ്ങൾ നമ്മുടെ ശബ്ദം കേട്ട് തുറക്കാത്ത നാഴിക വരുമോ? ഈ ഇടം മറ്റൊരുവൻ അപഹരിക്കുമോ? നിത്യതയുള്ള നമ്മുടെ രാജ്യത്വം മറ്റൊരുവനിൽ സ്ഥിരപ്പെടുമോ? നമുക്കൊന്നിനും സമാധാനമില്ല. നമ്മുടെ സർവ്വതും നഷ്ടപ്പെടുമോ? വന്യമാം നിനവുകൾ കഥനമാകും നേരം, ദിവ്യമാം കനവുകൾ സഫലമാകും യാമം. ഈ ഭൂവിൽ സ്വർഗം തീർത്തിടാൻ നിൻ സ്നേഹം മണ്ണിൻ ഭാവമായി, നവലോകം മണ്ണിൽ തീർക്കുവാൻ തിരുബലിയായി ജീവൻ നീകിടാൻ. വ്യഥയേതുമില്ലാതെ കാത്തിടാം എൻ്റെ മാറിൻ ചൂടേക. ഇനിയും വരെയും പുലരികളിൻ സമ്മാനം, ഇരവോ പകലോ അഴലതിലലയും കനവാണോ. ആനന്ദമോ പരിവേദനമോ. ഒരു ശിശു പിറന്നപ്പോൾ കിരീടം വീണു, അധികാരം വിറങ്ങലിച്ചു. ഹേരോദിന്റെ ആത്മാവിൽ മരണം പിറന്നു. സ്വന്തം സിംഹാസനം നിലനിർത്താൻ നിരപരാധികളെ കൊന്നൊടുക്കിയ എല്ലാ ഭീരുക്കൾക്കും എതിരെയുള്ള ശാശ്വതമായ ചോദ്യമാണ് ഈ പുൽക്കൂട്. ഇന്നും മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കാത്ത, അധികാരത്തിൻ്റെ അന്ധതയിൽ തുടരുന്ന ഓരോ പ്രഭുത്വത്തിനും മുകളിൽ ആ നക്ഷത്രം ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ക്രിസ്മസ് വെറുമൊരു മധുര സ്വപ്നമല്ല, അത് അഹന്തയുടെ കിരീടങ്ങളെ തട്ടിത്തെറിപ്പിച്ച ഇടിമുഴക്കമാണ്. രാജാവ് ദരിദ്രരുടെ കുടിലിലാണ് എന്ന വിപ്ലവ ഗാഥ. അതെ, ക്രിസ്മസ് ഒരു ദിവ്യമായ വീണ്ടെടുപ്പാണ്. പീഡിപ്പിക്കുന്നവരുടെ ഊഴം അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പീഡിതർക്ക് ലഭിച്ച ഏറ്റവും വലിയ വിമോചനത്തിൻ്റെ ദാനം. ഈ തിരുപ്പിറവി സാമൂഹിക നീതിയുടെ പ്രഭാതമാണ്. അത് അനീതിയുടെ മതിലുകളെ തകർക്കുന്ന പ്രകാശത്തിൻ്റെ വെല്ലുവിളിയാണ്. ജീവൻ്റെ വിലയെക്കുറിച്ച് ലോകത്തെ ഓർമ്മിപ്പിക്കുന്ന നിത്യമായ വിപ്ലവം.